ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേസി ഗേൾസ്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഫുൾ വീഡിയോസ് ഇട്ടിട്ട് എനിക്കൊന്ന് കുറേ നാളായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കോഴിക്കോട് പോവാണ്. കോഴിക്കോട്, അവിടുന്ന് വയനാട് ഊട്ടി അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം രാവിലെ എണീറ്റു, കുളിച്ചു, എല്ലാം റെഡിയായി, പെട്ടിയൊക്കെ എടുത്ത് താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വണ്ടി കയറ്റുക, വിടുക. അപ്പോൾ സമയം എനിക്ക് 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഒരു 6 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്, ഒരു 6:30 ആയിപ്പോയി. അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോട് സ്റ്റേ ആണ്. നാളെ രാവിലെ വയനാട് പോവും. അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. പിള്ളേരൊക്കെ താഴെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങ് ഇൻട്രോ എടുത്തങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പം Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ മോളുടെ കൈ ഒടിഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും നടന്നില്ല. അപ്പം ഇപ്രാവശ്യം എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഇടാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. രാവിലെ ഇന്നിപ്പം മൺഡേ ആണ് കേട്ടോ. മൺഡേ അല്ല സൺഡേ ആണ്. സൺഡേ രാവിലെയാണ് പോകുന്നത്, രാവിലെയാണ് ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ടേ തിരിച്ചെത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ നിങ്ങളെ കാണിച്ചങ്ങ് പോവാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ കയറ്റി, എല്ലാം നിറയെ ലോഡ് സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അയ്മായി കണ്ടില്ലല്ലോ, എന്താണ് അയ്മ വരുന്നുണ്ട്. കിട്ടിയില്ലേ? സ്ഥലം ഒരുപാട്, ഇനി വേണം 2 പേർ കൂടി ഇരിക്കാൻ. അപ്പം ടാറ്റ പറയാൻ ഞാൻ പറഞ്ഞു. ഒന്നും കൂടെ ഒച്ചത്തിൽ പറ. കേക്കത്തില്ല മോനെ, ഗ്ലാസ് ഇട്ടിരിക്കല്ലേ. വിട്ടോ വണ്ടി വിട്ടോ. ഇല്ല ഒന്നുമില്ല. പോയിട്ട് വരാം. എവിടുന്നാ? പത്മ കഫേയിൽ കയറാൻ ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. ചുമ്മാ ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ വിട്ടിട്ട് പൊടിച്ചു വാരി ഇടാനേ പറ്റുള്ളൂ. തിന്നത്തുമില്ല. കേരളം എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോ അടുത്ത കടകളിൽ നിർത്തി കഴിക്കുക, അത്രേ ഉള്ളൂ. അയാൻ ഫുൾ സെറ്റാ. സ്പീക്കർ, അവനെ വണ്ടി ഫുള്ള് സാധനങ്ങളാണ് നിറച്ച് വെച്ചേക്കുക. ഫുൾ ഓടാ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഇങ്ങോട്ടാ കഫേ ചേർത്തല ഫുഡ് കഴിക്കാൻ. അയ്മ ഇപ്പഴേ വയനാട് എത്തിയ ഫീല. ചെവിയിൽ മറ്റേ സാധനമൊക്കെ വെച്ച്. അയാൻ പിന്നെ തലയ്ക്കൊന്നും സംഭവിക്കല എന്നോർത്ത് ഹെഡ് റെസ്റ്റ് ഒക്കെ ഇപ്പഴേ വെച്ചേക്കും. കൈ ഒടിഞ്ഞ് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നോണം കേട്ടോ. ഓക്കെ എങ്ങനെയുണ്ടായ എന്റെ പുതിയ കണ്ണാടി? എനിക്കും അയിമാക്ക് മാത്രമേ കണ്ണാടി ഉള്ളൂ. അയിമ കാണിച്ചു കൊടുക്കണേ. അപ്പൊ നമ്മള് ചേർത്തലെത്തി. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. പത്മ കഫേയിലോ എന്താ ഞാനെ ഛർദിക്കാൻ വരുന്നോ? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവേ. എത്തും അല്ലേ? എത്തുമോ? ഇപ്പൊ ശരിയാക്കി തരാം. വോയിസ് ഇട്ട് തന്നെ കേട്ടോ. മച്ചി കഴിക്കാം. പത്മ കഫേയുടെ പുറകിൽ കൂടെ കയറി. AC കയറാം.
ചില സ്ഥലങ്ങളുണ്ട്. എന്ത് വെജാണെന്നല്ലേ പറയുന്നത്. വെജിറ്റേറിയൻ കടയിൽ മുട്ടയില്ലെന്ന്. മുട്ട ഞാൻ ഒരുപാട് സ്ഥലത്ത് കഴിച്ചു. ആ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? കുഴഞ്ഞല്ലോ. നിങ്ങൾക്കറിയാം മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? കോഴിമുട്ടയാണ്. എനിക്കറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. അല്ല ഞാൻ വാപ്പിച്ചിരുന്നോളാം. ഇരിക്കുന്നതിന് വരെ പരാതിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അയിമക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മുമ്പാവുക മെഡിക്കൽ അയിമയുടെ നെയ്റോസ്റ്റ്, അയ്യാൻ്റെ മസാല മുളക് വേണോ? അയ്യാന് വിശന്ന് കത്തിയിരിക്കുവായിരുന്നു. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ടായിമ? മോഹിനിയാട്ടോ ആരൊക്കെ പോയി കണ്ടിട്ട് നല്ല അടിപൊളി റിവ്യൂ പറയുന്നു. ആര്? എനിക്ക് സാധാരണ മസാല ദോശ, ചമ്മന്തി, വെള്ളച്ചമ്മന്തി, സാമ്പാർ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാടെ വെച്ചേക്കും. ഞങ്ങളെല്ലാം കഴിച്ചോളാം. 2 ഇഡ്ഡലി പറഞ്ഞിട്ട് എന്നാ ഒരു ഇഡ്ഡലി എന്നാ പൂരി ഉഴുന്നോടെ വേണോ ചോദിക്കാട്ടോ. അപ്പം അതാ ഞാൻ 2 ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, മുളകാന്ന് തോന്നല്ലേ. അവിടെ പൂരിയും കിഴങ്ങും. ഈ ചട്നി കൊള്ളാല്ലേ. ചൂട് മാറിയോ? കുറച്ച് അതിനകത്ത് ഒഴിക്കേ. ദേ ആ കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് മാറ്റി കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. ആ മതി, കുറച്ച് ഒഴിച്ചു. ഓ മതി മതി മതി, അത്ര മതി. സിപ്പ് ചെയ്ത് കുടിച്ചോളൂ. പിന്നെ അങ്ങനെ പാലും ബൂസ്റ്റും ഒക്കെ കഴിക്കണ്ട. വയറ് കളകളാന്ന് പറഞ്ഞു. വെറുതെ ഷോയ്ക്ക് തൂക്കിയിട്ടേക്കുന്നത്. അല്ല ആദ്യം കിട്ടുന്നതാണ് ഷോയ്ക്ക് തൂക്കിയിട്ടേക്കുന്നത്. എന്തോ വഴക്കിടുന്നത്? എന്നോട് പറഞ്ഞേ രാവിലത്തെ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളു. ഇറങ്ങിയില്ല, ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതിന് പിന്നെ ഇനി കോഴിക്കോട് എത്തിയിട്ട് റഹ്മത്തിൽ പോയി നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ പോകുന്നത്. കോഴിക്കോട് ഉച്ചക്ക് മുന്നൊന്നും എത്തത്തില്ല, ഉച്ച കഴിയും. നല്ല അടിപൊളി പത്മ കഫേ, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളാക്കി. ഇനി ഒരൊറ്റ വിടലല്ലേ, ഒറ്റ വിടല് നേരെ കോഴിക്കോട്. റഹമത്തിന്ന് ബിരിയാണി കഴിച്ച് നേരെ യാത്ര. പിന്നെ വൈകുന്നേരം ആകുമ്പോ ട്രിപ്പ് എത്തും. അപ്പൊ നമ്മള് ബീച്ചിൽ പോണം. വേഗം വട്ടനെ കൈ കിടക്കുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ ഒറ്റ വിടല്. ഇനി ഉറങ്ങിക്കോട്ടെ എല്ലാരും.
അതെ ഇവന്മാരുടെ മറ്റേ സ്കാനർ ഒട്ടും കൊള്ളത്തില്ല. അയ്മ ഇതിപ്പം കണ്ട എത്ര നേരമായി കിടക്കുന്നത്. അവന്മാര് വിടത്തുമില്ല. എന്റെ ഷാളം തേടി. എന്റെ ഷാൾ അവിടെ. എന്റെ തുണിയെല്ലാം ഉരിഞ്ഞെടുത്ത് അവള് പൊതയ്ക്കാൻ നിൽക്കുക. അങ്ങനെ നമ്മൾ ടോൾ എത്തിയിട്ടുണ്ട്. അരൂർ ടോൾ. എറണാകുളത്തെ ടോളിലാണ്. അയാനൊരു ചെറിയ മയക്കം മയങ്ങി എഴുന്നേറ്റു. അയ്മ പറയും മയങ്ങിയിട്ടില്ല. അയ്മ മയങ്ങിയിട്ട് 2 ദിവസമായി. നല്ല അടിപൊളി സുന്ദര മനോഹരമായ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു ചാട്ടമൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അയ്മ നല്ല ഉറക്കം. അയാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഞാനിങ്ങനെ ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക്. ഞാൻ കുറച്ച് ഓടിക്കട്ടെ വണ്ടി. എനിക്കിപ്പോ ഓടിക്കാൻ പറ്റത്തില്ല, അതാണ് കാര്യം. വാപ്സിക്ക് തീരുന്നവരെ ഓടിച്ചിട്ട് മടുത്ത് ശബാന നീ ഒന്ന് വണ്ടി ഓടിക്കുന്ന എന്നോട് പറയണം. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുക. അല്ലേ അങ്ങനെയല്ലേ? അതല്ല റൈറ്റ്. അയ്യന്റെ ഷാളൊക്കെ മേടിച്ച് പോതച്ചാ കിടക്കുന്നു. നല്ല അടിപൊളി റോഡ്. ഫ്രീ പ്ലാസ. ടോള് വലിക്കാൻ വേണ്ടിയുള്ള അയാൻ വെള്ളം ചോദിച്ചാൽ അപ്പം ആവശ്യം കുടിച്ചിട്ടേ തരുള്ളൂ അല്ലേ? പെട്ടെന്നൊരു പമ്പ് നോക്കി ചവിട്ടിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വണ്ടിയിൽ സാധിക്കും. എന്താ പോലെ അപ്പൊ ഇതാ ഞങ്ങള് പൊന്നാനി ആയിട്ടില്ല അല്ലേ? പൊന്നാനി ആവാറായി. അപ്പം എന്താ ഇടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയതാണ്. എന്തുകൊള്ളോ ഞാൻ കുടിക്കുന്നത്? മിന്റ് സ്പ്രൈറ്റ് പിന്നെ നോർമൽ സ്പ്രൈറ്റ്. അയ്യേ, ഞാനവിടെ ഇടയ്ക്കൊരു പമ്പിൽ ഇറങ്ങി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. അന്നേരം അയിമാടുത്ത് വാഷ്റൂമിൽ പോകണമെന്ന് ചോദിച്ചപ്പം പോവണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അത് അവിടുന്ന് വണ്ടി വിട്ടപ്പം മുതൽ അവൾക്ക് വാഷ്റൂമിൽ പോകണം. ഇനി പോകണ്ട, നീ പിടിച്ചു വെച്ചവിടെ ഇരുന്നു. അപ്പം ഞാൻ കുടിച്ചില്ല കേട്ടോ, മധുരമായതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. കുടിച്ചെന്നാ പിന്നെ നമ്മളെ ഡയറ്റ് വിട്ടിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഞാൻ. അപ്പൊ ഇതാണ് ഒരു ലൈം സോഡ സോൾട്ട് കിട്ടിയാൽ കുടിക്കാം. പക്ഷെ കടയിൽ അതില്ലാന്ന് തോന്നില്ലടാ, അതില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പം ഒറ്റ വിടൽ വിടാൻ പോവാണ്. നേരെ നല്ല റോഡാണ്, നല്ല അടിപൊളി. ഞാൻ ഓടിക്കുന്നില്ല, എനിക്ക് നല്ല ഉറക്കം. ഇല്ലില്ല, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഓടിക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. രണ്ടുപേരും വെള്ളം കുടിയോട് വെള്ളം കുടി. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് കോഴിക്കോട് വരെ NH ആണ്. ഇത് ചാവക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയതാണ് NH-ലോട്ട്. ഇടയ്ക്കിടയ്ക്ക് NH കയറിയെങ്കിലും കുറച്ചു നേരം ഓടും, പിന്നെ അങ്ങ് മാറുമായിരുന്നു. ഇപ്പൊ കറക്റ്റ് NH കൂടെ പോകും. നമുക്ക് കാണിച്ചു തരാം. NH-ലല്ല, പുതിയ റോഡ്, അടിപൊളി റോഡാണ്. ഇതാ കണ്ടോ, പറപ്പിക്കാം. വേണ്ട വേണ്ട, ടോപ്പ് സ്പീഡൊന്നും വേണ്ട. ഈ സ്പീഡിലെങ്കിലും ഇതിൽ പോണം. എന്താ വണ്ടി മാസ് 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 ഫിറോസ്. അപ്പൊ
അപ്പൊ ഇനി ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ടൂറിന്റെ ചെലവൊക്കെ അയാനും അയ്മയും കൂടെ വായിക്കുന്നത്. അയാന്റെ എത്ര രൂപ ഉണ്ട്? അയാന്റെ 2300, അപ്പൊ അയ്മടയില് 2300 ഇരട്ടി 4600 രൂപ. നമ്മള് രക്ഷപ്പെട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന? നമ്മള് പൈസ കൊടുത്ത് നോക്കാം. കൊടുത്തു നോക്കാം. എടുത്താലോ, ഇനി എങ്ങാണം ബിരിയാണി കൊടുത്താലോ. ആലപ്പുഴന്ന് കുറ്റിമ്പറത്ത് ഒരു ടീം വന്നിട്ടുണ്ട്. മിന്റ് ലൈം മിന്റ് സ്പ്രൈറ്റ് പുതിയൊരു സാധനമാണ്. 25 രൂപയുടെ ഇവർക്ക് പബ്ലിക്കമും പിന്നെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡ്. അല്ല, സ്മൂത്ത് ആയിട്ടാണെങ്കിൽ എല്ലാരും ഇവിടെ ഇടിഞ്ഞു തുടങ്ങി. പൈസ ക്യൂട്ട് ആയിട്ടുണ്ട്. എന്റെ മെമ്മറീസ് നമുക്കിനി 104 കാണാതെ ഞാൻ വെക്കുള്ളൂ. അയാൻ കാണാതെ നല്ല പുളിയുണ്ട്. അത് മേടിക്കാൻ പോയിരുന്നു. ഡോളേഴ്സ് ഒക്കെ ഉണ്ടാന്ന് കഴിക്കാൻ പോയിരുന്നു. ഇനി ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. അങ്ങനെ നമ്മൾ എവിടെ എത്തി? കാടിക്കട്ട. നമ്മൾ കോഴിക്കോട് എത്തി. ഇനി റഹ്മത്ത് ഹോട്ടലിൽ പോയി അയാനൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ റിച്ച് റൈസ് മാത്രം. അങ്ങനെ ഫോണിൽ നമ്മള് ഹോട്ടലിൽ എത്തുന്നില്ലേ? ഫുഡ് കഴിക്കണമെന്ന്. തൊട്ടടുത്താണ്. അതെ അതെ. വീടാണ്. സോറി, ഹോട്ടലാണ്. 1 ലക്ഷം. എന്തുവല്ലേ കൊച്ചി പോലെ ഭയങ്കര ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ അല്ലേ? ഫുഡ് കഴിക്കാം. നമ്മളിപ്പോ റഹ്മത്ത് ഹോട്ടലിലോട്ട് എത്താറായിട്ടുണ്ട്. ആരാടാ? ഞാനെന്തോ ചെയ്യാനാണ്? ഭയങ്കര വലിയ മാള് കേട്ടോ. ഗോകുലം ഗാലറി. അപ്പൊ ഞങ്ങള് പോയി വേഗം പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് വരാവേ. ബിരിയാണി കഴിച്ചിട്ട് വരാം. അത് ശരിയാ, നല്ല പരിപാടിയാണല്ലോ. അത് കൊള്ളാം കേട്ടോ. ഹോട്ടലിൽ തിന്നാൻ പോകുന്നതിന് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓട്ടോയിൽ പോകായിരിക്കും അല്ലേ? അത് കൊള്ളാം, നല്ല ഐഡിയ, നല്ല പൊളി സെറ്റപ്പ് അത്. അപ്പൊ നമ്മള് പിക്ക് ചെയ്തോണ്ട് പോകാൻ ആള് വരും. എന്തോ അഴുക്കുണ്ട് ഇവിടെ. അല്ല, റഹ്മത്ത്. ഒരു രക്ഷ. എടുക്കണുണ്ട്, എല്ലാരും എടുക്കണുണ്ട് കുട്ടി. ഒരു കൈയല്ലേ, 2 കൈയല്ലേ ഉള്ളു എനിക്ക്. എന്റെ ഫോൺ എടുത്തോക്കാം. എന്റെ ഫോൺ മറ്റേ ചേഞ്ച് വേണമെങ്കിൽ എടുത്തോ. ഞാൻ അവിടെ കൊടുക്കണമെങ്കിലോ? നല്ല ചേഞ്ച് ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം.
ആ വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ, വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. എന്നാ ഇവിടെ ഇരുന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടി വരും, ഓട്ടോ ആണോ? ഇവിടെ വന്നു നിന്നാ മതി. എന്നാ പതച്ച വെയിലല്ലേ. ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ തലയൊക്കെ പൊള്ളുന്നു. നമുക്ക് കിട്ടാതിരിക്കാൻ പറ്റില്ല, നമ്മൾ വല്ല കൊലക്കുറ്റം ചെയ്തിട്ടുള്ള കിട്ടാതിരിക്കുക. നമ്മളാണ് ബ്ലാക്ക് ഇട്ട് ഒരേപോലെ ഇരിക്കുന്നത്, കണ്ടോ? അല്ല വേറെ അല്ല ഇച്ചിരിയുടെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പം. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? എങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ നമ്മൾ എന്തിനു പോകാൻ, നമ്മള് രാത്രി തങ്ങാനുള്ള റൂം നോക്കാനായിട്ട് വന്നതാണ്. നല്ല റൂമാണെന്ന് തോന്നുന്നു. നല്ല റൂമാണോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഇൻ എന്ന് പറഞ്ഞ ഹോട്ടൽ 2500 rupees നോക്കാൻ. അത് എക്സിക്യൂട്ടീവ് AC AC-യിലങ്ങനെ കിടക്കും. പോയി നോക്കിട്ടാണ് എത്രാമത്തെ കാർഡ് വേണം, ആധാറും കാർഡും വേണം. ബാബാ കയറി കയറി. ശരി, ആധാർ നമ്പർ കാണാൻ പാടില്ലേ കേട്ടെ. ആ കണ്ടോ, മാസല്ലേ. അയാനെ മാറി നിൽക്കേ, ഇങ്ങോട്ട്. വിളിക്കാന്ന് പറ, റൂമിൽ കയറുന്നേ ഉള്ളെന്ന് പറ. അത് 5th ഫ്ലോറിലേ കണ്ടത്. ടാപ്പിംഗ് ആയിരിക്കുന്നേ.
എടി പൊക്കണ്ട, നീ തള്ളിക്കൊണ്ട് നടക്ക്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ലൈറ്റ് ഒന്നും കത്തിയില്ലേ? നിക്കേ ഞാൻ. അപ്പോൾ ഇതാണ് റൂം, ബെഡ്, പിന്നെന്താ ഒരു ഇതുണ്ട്, സോഫ, TV, പിന്നെന്താ ഇത് കൊള്ളാണ്ടോ. AC ഉണ്ട്. പിന്നെ ഒരു ഷെൽഫുണ്ട്. പുറത്തോട്ട് നോക്കിയാൽ വ്യൂ ഉണ്ട്. അപ്പുറത്തെ അയിലത്തെ പുറമൊക്കെ കാണാം. അപ്പം ഇതാണ് ഞങ്ങളെടുത്ത ഹോട്ടൽ. കുഴപ്പമില്ല. ആണോ? അതിന്റെ ചെറിയതാ, ഒരു ടണ്ണ. എന്ത് ചെയ്യുവാ ഞാൻ? അവൻ ഞങ്ങള് റൂമിൽ വന്ന് ഇച്ചിരി നേരമൊക്കെ കിടന്നു. ഇനി എന്താ, ഇനി ഞങ്ങള് പുറത്തോട്ട് പോവാ അല്ലേ? റെഡി ആവണം. റെഡി ആയിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. ഒരു ഡാൻസ് റീൽ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പാൻറ് ഊട്ടുണ്ട്. അയാ വണ്ടി കേറിയിട്ട് കാലം നകത്തിയതാ. ഇടും വീഡിയോ കൊല്ലല്ലേ എന്നെ. കൊല്ലണോന്നാ ഇതിന്റെ കൊല്ലണോന്ന് ആഗ്രഹം. പക്ഷെ ഞാൻ കൊല്ലത്തില്ല, പാവ കുറച്ചാ ബാക്കിയാ. ബാക്കി മൂശാട്ടി. അയ്യോ എന്റെ പൊന്നെ. എന്നാലും എനിക്ക് ഇഷ്ടമല്ല ഉമ്മച്ചിന്റെ, ചെറിയ ഇഷ്ടം. രണ്ടുപേരെ ചെറിയ ഇഷ്ടം. ചെറിയ ഇഷ്ടമല്ല കേട്ടാ. അതെ, ഇഷ്ടമില്ല, ചെറിയ ഇഷ്ടമേ ഉള്ളു എന്നോട്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെടാൻ നിനക്ക്? അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് വേഗം പോയി ഒന്ന് ഒരുങ്ങുന്നില്ല, ഡ്രസ്സൊക്കെ ഇത് തന്നെ, ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് മുടിയൊക്കെ ഒന്ന് കിട്ടി അല്ലേ, ഒന്ന് സുന്ദരിയായിട്ട് വരാം. എന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം. ഓട്ടോയിൽ പോവാനല്ലേ അപ്പാ? അപ്പൊ വേഗം പോയി റെഡി ആയിട്ട് വരാവേ. അപ്പൊ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് SM സ്ട്രീറ്റിൽ പോയി നടന്നിട്ട് വരാം അല്ലേ? എവിടെ? മിഠായി തെരുവിൽ പോയി നടന്നിട്ട് വരാം. ഹലോ ഗൈസ്. ഹലോ 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 ഹലോ. ഇനി വരുന്നില്ലേ? വരൂ. ഇവിടെ നിന്ന് ഓട്ടോ ഒക്കെ കിട്ടുമോ? അപ്പം നമുക്ക് ഓട്ടോയിൽ പോകാം അല്ലേ? ഞങ്ങളപ്പോൾ ഓട്ടോയിൽ മിഠായി തെരുവിൽ പോകാൻ പോവാണ്. കാർ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടാനുള്ള സൗകര്യമൊന്നും കിട്ടും. യെസ്. 4 പേര്. അത്രേ ഉള്ളൂ. ഇതിലേ വാ. ആ, ഒരുപാടൊന്നും നടന്നില്ല. ഏതാ?
ബർഗർ പത്തിന്റെ വെള്ളം കഴിഞ്ഞ അതൊക്കെ അവിടെ റൂമിൽ ചെന്നിട്ട് കാണിക്കാം നമുക്ക്. അപ്പം നമ്മൾ SM സ്ട്രീറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചു. പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കോട് തിരക്ക്. അയിമ 2 സാധനം വാങ്ങിച്ചു, അതൊന്ന് അൺബോക്സ് ചെയ്യാം. അടുത്ത കാണിച്ചു കൊടുക്ക്. കാണിക്ക, അടുത്തേക്കൂടെ കാണിക്കേ. ഉറക്കം വരുന്നു. അടുത്ത പ്രോഡക്റ്റ് ഇതാണ് അയിമ വാങ്ങിച്ചത്. ഇതെങ്ങനെ ആ മാജിക് ഉണ്ട്. വെറും പൗച്ചല്ലേ ഇത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വെറും പൗച്ചായിരിക്കും നമുക്കറിയാം. എങ്ങനെ അടുത്തോട്ട് അത് ഊരാൻ പറ്റൂല കേട്ടോ. ഇതൊക്കെയാണ് അയിമ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അയിമാക്കൊരു ജീൻസ് വാങ്ങിച്ചു, അയാനൊരു ജീൻസ് വാങ്ങിച്ചു. ജീൻസൊക്കെ വണ്ണം കുറഞ്ഞു വരുന്നതുകൊണ്ട് ജീൻസൊക്കെ ടൈറ്റ് ആവുമായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നിറയെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളിതാ ഓട്ടോയിൽ തിരിച്ച് റൂമിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് രാത്രിത്തെ ഫുഡ് കഴിക്കണം. ഇപ്പം എത്ര മണി? 8:30 അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ദിവസം രാവിലെ തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് വേഗം വന്ന് കിടന്നുറങ്ങണം. നല്ല ഉറക്കക്ഷീണമുണ്ട് രാവിലെ. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അയ്യോ. അപ്പം ഇനിയിപ്പോൾ നമ്മളൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവട്ടെ. അയിമാക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഇടയ്ക്ക് എന്നിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഒരു ടൈം ഗ്യാപ്പ് കിട്ടിയ സമയത്ത്. ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്, ഭയങ്കര തിരക്ക്. അപ്പോൾ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. ഫുഡ് കഴിക്കാൻ പോകണം. എന്ത് കഴിക്കാൻ പോണേ? അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാമേ. പോലെ കേറല്ലേ. കേറണ്ട അവരും കൂടെ വരട്ടെ. എന്ത് പറ്റി? ശരിയാന്നില്ലേ? റെഡിയായോ? ഫിറോസ് മുസ്തഫ മുഹമ്മദ് നാളത്തെ ഇലക്ഷന്റെ ഭ്രാന്താണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അത് നമുക്ക് ലൈവായിട്ടുണ്ട്. ബാബുജി ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. തോറ്റായിരുന്ന കാര്യം ജയിച്ചായിരുന്നു. ഫോൺ എടുക്കുമ്പോ സൂക്ഷിക്കണം. വൈബ് എന്താ ഇലക്ഷന്റെ ഭ്രാന്ത് കയറിയിരിക്കുക.
ഉച്ചയ്ക്ക് ചോറും ഒരു പീസ് ചിക്കനും കഴിച്ചു. ഭയങ്കര ഫുള്ളാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. അപ്പോൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. ഇതാ എൻ്റെ ഉപ്പിലിട്ടയും കാണിച്ച് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കടയിൽ നിന്നതാ ഉപ്പിലിട്ട മാങ്ങായും നെല്ലിക്കായും വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിക്കാനായിട്ട്. ഇതാ ഹൈമ കഴിച്ചു തുടങ്ങി. എൻ്റെ ഹൈമയുടെ അയാൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഇത്. അപ്പം വന്നു. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, മാറിക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പം ഇന്നത്തെ ദിവസത്തിലെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ പോകണം. അതൊക്കെയാണ് കാര്യങ്ങൾ. വയനാട്ടിലേക്ക് പോകണം. അവിടെ പോയിട്ടാണ് നമ്മൾ പൂളിലൊക്കെ ചാടുന്നത്. അവിടെ പോയിട്ട് കഴിഞ്ഞിട്ട് ഊട്ടിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്ക്. അത് പറയാൻ ഇച്ചിരി സങ്കടമാണ്. നേരെ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് എന്നടിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് മാറിക്കിടന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Bye.